ഹലോ കൂട്ടുകാരെ, സാന്ത്വനം ടുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ മിത്ര ഓരോരോ സത്യങ്ങളായി പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എൻ്റെ ജീവൻ രക്ഷിച്ച, എൻ്റെ അച്ഛൻ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച, നമ്മളെ കുടുംബത്തെ ഒരു വലിയ നാണക്കേടിൽ നിന്ന് രക്ഷിച്ച ആളാണ് ആര്യൻ. അപ്പോൾ ഈ ആര്യന് ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ സഹായിക്കണ്ടേ? അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ സ്വർണം ദൈവമായിട്ട് എൻ്റെ കയ്യിൽ കൊടുന്നു തന്നത്. ഈ സ്വർണം കിട്ടിയത് ഇപ്പോൾ മാത്രമാണ്, ഈ പ്രശ്നം വന്നപ്പോൾ മാത്രമാണ് ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് ഇവരറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സ്വർണം എന്നോട് ആരും തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് കൃഷ്ണമംഗലത്ത്. പക്ഷേ അത് ഞാൻ ആര്യനോട് മറച്ചു വെച്ചിട്ടാണ് ഞാൻ ആ സ്വർണം പണയം വെക്കാൻ പോയത്. അത് ഞാൻ ആര്യനോട് ചെയ്ത തെറ്റി തന്നെയാണ്. പക്ഷേ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഈ മനുഷ്യന് ഒരു ഉപകാരം ഞാൻ ചെയ്യണ്ടേ? ഒരിക്കലെങ്കിലും തിരിച്ച് ഒരു കാര്യം ഞാൻ ആരിന് വേണ്ടി ചെയ്യണ്ടേ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ സ്വർണം പണയം വെക്കാനും ആ പൈസ ആര്യന് കൊടുക്കാനും ശ്രമിച്ചത്. പക്ഷേ അതെല്ലാം ഇന്നിപ്പോൾ ഇങ്ങനെയായിപ്പോയി. പിന്നെ നിങ്ങൾക്ക് ദേവമംഗലംകാർ ശത്രുക്കളായിരിക്കാം, പക്ഷെ ദേവമംഗലംകാർ എനിക്ക് എൻ്റെ ജീവൻ രക്ഷിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരോടുള്ള ശത്രുതയും ദേഷ്യവും വൈരാഗ്യമൊക്കെ ഒന്ന് കുറച്ചെങ്കിലും നിങ്ങൾ കുറയ്ക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും. നമ്മുടെ വീടിനും നമ്മുടെ കുടുംബത്തിനും ഇത്രയേറെ ഉപകാരം ചെയ്തിട്ടുള്ള ഈ കുടുംബത്തെ നിങ്ങൾ ഇനി വലിയ ശത്രുക്കളായി കാണരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണെന്ന് മിത്ര പറയുകയാണ്. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് അവരെല്ലാവരും തിരിച്ചു പോകും, കൃഷ്ണമംഗലത്തോട്ട് തിരിച്ചു പോകും. കൃഷ്ണമംഗലത്തോട്ട് തിരിച്ചിരുന്ന എല്ലാവരും ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, എന്തൊക്കെ കഥകളാണ്, എന്തൊക്കെ നുണകളാണ് അവൾ പറഞ്ഞത്. സിനിമയിൽ പോലും ഇങ്ങനത്തെ ഒരു കഥ വന്നു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പിന്നെയാണ് യഥാർത്ഥ ജീവിതത്തിൽ അവൾ ഒളിച്ചോടി പോകുന്നു, ഗുരുവായൂർക്ക് ഒളിച്ചോടി പോകുന്നു. അവസാനം കാമുകൻ ആ സ്വർണം അവളെ കയ്യിൽ നിന്ന് എടുത്ത് രക്ഷപ്പെടുന്നു. അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അവിടെ ഗോമതി വരുന്നു. ഗോമതി വന്ന് ആര്യനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുന്നു. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഇത് സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് അച്യുതൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയും, ചേട്ടൻ ഇവിടെ വന്നതാണ് ആകെ പ്രശ്നമായത്. ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് പോലീസുകാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു എന്ന് പറയും. അപ്പോൾ അനന്തേട്ടൻ പറയും, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു, അവിടെ ഉണ്ടായ വിവരം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അച്യുതൻ തിരിച്ചു ചോദിക്കും, ആ പോലീസുകാരെ ഇവർ മറ്റേ വരുതിയിലാക്കിയില്ല എന്ന് പറയാൻ പറ്റുമോ? ആ പോലീസുകാർ ഇവരുടെ പക്ഷം ചേർന്നിട്ടാണ് പറയുന്നതെങ്കിലോ അതും കള്ളമായിക്കൂടെ എന്ന് പറയുകയാണ്. അപ്പോൾ അനന്തൻ അതിന് മിണ്ടുന്നൊന്നുമില്ല. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ധർമ്മം പറയാണ്, അച്യുതേട്ട ഞാൻ പറയട്ടെ, ഈ സ്വർണം ദേവമംഗലത്ത് എത്തിയിട്ടില്ല. ദേവമംഗലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അളിയൻ അത് എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരാളാണ് അളിയൻ എന്ന് ധർമ്മൻ ദേവമംഗലംകാരെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പം അച്യുതൻ പറയും, നീ മിണ്ടിപ്പോരുത്, നിനക്ക് ഇതിൽ മിണ്ടാനൊന്നുമില്ല, നീ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത്ര എത്തിയില്ലേ, നിനക്ക് അനുഭവിച്ചത് മതിയായില്ലേ, നീ മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞ് ധർമ്മൻ്റെ വായ അടപ്പിക്കുകയാണ് അച്യുതൻ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അനുശ്രീയും ഇതേപോലെ ദേവമംഗലംകാരെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും, അങ്കിൾ ഈ സ്വർണം ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല, സത്യമായിട്ടും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ തന്നെയാണ് ആ സ്വർണം അവിടെ എത്തിയിട്ടുള്ളത് എന്ന്. അപ്പോൾ നമ്മുടെ അച്യുതൻ പറയും, അനുശ്രീ നീ ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ്, അപ്പം നമ്മുടെ കൂടെയാണ് നിൽക്കേണ്ടത്, അല്ലാതെ ദേവമംഗലംകാരെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് അനുശ്രീയുടെയും വായടപ്പിക്കുകയാണ് അച്യുതൻ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു കാര്യം തോന്നുന്നു, ആര്യനോട് എനിക്ക് ഇത്തിരി മതിപ്പ് തോന്നുന്നു. കാരണം ഇത്രയും ഒരു പ്രശ്നത്തിൽ നമ്മളെ വീട്ടിൽ നിന്ന് പോലും ആരും ഇങ്ങനെ ചെയ്യില്ല. പക്ഷേ ആ ആര്യൻ ഇങ്ങനെ മിത്രയെ വിവാഹം കഴിച്ച് അവളെ രക്ഷിക്കുകയാണ് ചെയ്തത്. ആ ആര്യനോട് എനിക്കൊരു മതിപ്പ് തോന്നുന്നു എന്ന് നന്ദിനി പറയണം. അപ്പോൾ ആലോകിൻ്റെ അമ്മ പറയും, എല്ലാവർക്കും ഈ മതിപ്പൊക്കെ തോന്നാം, ഈ ആര്യൻ എത്രയോ തവണയാണ് ആലോകിനെ അടിച്ച് പഞ്ചറാക്കിയിട്ടുള്ളത്, അതൊന്നും നിങ്ങൾക്കൊന്നും കാണുന്നില്ലേ എന്നൊക്കെ കൂട്ടത്തിൽ അച്യുതൻ നമ്മുടെ കാര്യം കൂടി പറയും. ആലോകിൻ്റെ അമ്മ തിരിച്ചു ചേട്ടത്തിയോടും മരുമകനോടും സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ വാരിക്കോരി ഒഴുകുന്നത്. അവരോടുള്ള ശത്രുതയൊക്കെ മറന്നു. മകളുടെ ജീവൻ രക്ഷിച്ചെന്ന് കേട്ടപ്പോൾ ചേട്ടത്തിക്കും അവരോട് പഴയ ശത്രുതയെല്ലാം മറന്ന് സ്നേഹവുമായി. എനിക്കറിയാമായിരുന്നു ഇതെല്ലാം ഇങ്ങനെ തന്നെ അവസാനിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അച്യുതൻ. അപ്പോൾ ഇത് കേട്ടിട്ട് അനന്തൻ ദേഷ്യം വന്നിട്ട് അനന്തൻ എണീറ്റിട്ട്, നീ എന്താടാ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് അച്യുതൻ്റെ കോളറിന് പിടിക്കുകയാണ്. അപ്പോൾ അച്യുതൻ്റെ കോളറിന് പിടിക്കുമ്പോൾ മുത്തശ്ശി പറയും, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ശത്രുത ദേവമംഗലംകാരോടല്ലേ? ഈ വീട്ടിൽ നിങ്ങൾ ഒന്നായിട്ട് തന്നെയാണ് കഴിയേണ്ടത്. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് പരസ്പരം പോര് വിളിക്കാനും തല്ലൂടാനും. അപ്പോൾ അച്യുതൻ പറയും, വേണ്ട അമ്മേ, ഏട്ടനൊന്നും പറയണ്ട, ഏട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഏട്ടൻ എന്നെ അടിച്ചോട്ടെ, അത് ഞാൻ നിന്നുകൊള്ളും, എനിക്കതിലൊന്നും വിഷമമില്ല എന്ന് അച്യുതൻ വളരെ വിനയകുലീനായി പറയുകയാണ്. ഫുള്ളടവാണ് അച്യുതൻ്റെ.
എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള ഒരു അടവ് മാത്രമാണ്. അപ്പോൾ അനന്തൻ കോളറിൽ നിന്ന് കൈയെടുക്കും. എന്നിട്ട് അപ്പോൾ നമ്മുടെ അലോക് പറയും, വല്യച്ഛ, എനിക്കും ഇത്രയെ ഒരു സഹോദരിയായിട്ട് കാണാൻ പറ്റില്ല. ആര്യൻ എന്നെ അത്രയും ഉപദ്രവിച്ചിട്ടുള്ളതാണെന്ന് അലോകും പറയുകയാണ്. അപ്പോൾ അച്യുതൻ വന്നിട്ട് പറയും, അലോകെ, നീ അങ്ങനെ പറയാൻ പാടില്ല. വല്യച്ഛൻ്റെ അടുത്ത് മാപ്പ് പറ. കാരണം വല്യച്ഛനും ഞാനും ചേട്ടനും അനിയനാണ്. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കും. പക്ഷേ നീ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അലോകിനെ അനന്തിൻ്റെ അടുത്തേക്ക് മാപ്പ് പറയാൻ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അലോക് പറയും, വല്യച്ഛ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. മിത്ര എൻ്റെ പെങ്ങളാണ്, അതുകൊണ്ട് ആര്യന് എൻ്റെ അളിയനാണ് എന്ന് പറയുകയാണ് അലോകും അച്യുതനും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡ്രാമയാണ് ആക്ച്വലി അത്. അപ്പോൾ അനന്തൻ പറയും ശരി എന്ന് പറഞ്ഞ് അനന്തൻ പോവുകയാണ്. അങ്ങനെ അപ്പോൾ കൂട്ടത്തിൽ അനന്തൻ ഒരു കാര്യം കൂടി പറയും, നമുക്ക് ശത്രു ദേവമംഗലത്തെ ബാലനോട്, അല്ലാതെ മറ്റാരോടുമല്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ശത്രുതയുണ്ടെങ്കിലും അത് ബാലനോട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, മറ്റാരോടും കാണിക്കാൻ പാടില്ല. ഇനിയും ആ ഇതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും, എൻ്റെ തീരുമാനം അതാണ് എന്ന് പറഞ്ഞ് അനന്തൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ റൂമിലോട്ട് പോവും. നമ്മുടെ അച്യുതനും അലോകും രാജശ്രീയും മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ അച്യുതൻ പറഞ്ഞു, നമ്മുടെ ദൈവമായിട്ട് കൊടുന്നു വന്നൊരവസരമായിരുന്നു, അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഇനി സാരമില്ല, നമുക്ക് കാത്തിരിക്കാം. മിത്രയെയും ആ ദേവമംഗലംകാരെ ഒതുക്കാനുള്ള വഴികൾ നമുക്ക് നോക്കണം എന്ന് പറയുകയാണ് അവർ 3 പേരും. അപ്പോൾ അലോക് പറയും, ശരിയാണ് അച്ഛ, അവൻ എന്നെ അടിച്ചാടി, ആര്യൻ എന്നെ അടിച്ചാടി, അതെന്തായാലും തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് കൃഷ്ണമംഗലത്തെ സീൻ കഴിയുകയാണ്. പിന്നെ ദേവമംഗലത്തെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ മിത്ര മാപ്പ് പറയണം എല്ലാവരുടെ അടുത്തും, ഞാൻ കാരണം എല്ലാവരും നാണം കെട്ടു, എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഒരു കണക്കിന് ഈ സത്യമെല്ലാം തുറന്നു പറയാൻ വേണ്ടി ദൈവം ഉണ്ടാക്കി തന്നൊരു അവസരമായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ വിചാരിക്കുന്നത്. കാരണം കുറേ കാലമായിട്ട് ആര്യൻ ഇതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നു, ഈ ഗോൾഡിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു അവസാനം ഉണ്ടാവട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നോട് മാപ്പാക്കണം, അങ്കിളും ആൻറ്റിനോട് എനിക്ക് മാപ്പ് തരണം എന്ന് പറയുകയാണ്. പിന്നെ ഇതിൽ അങ്കിൾ എന്തെങ്കിലും ഒരു തീരുമാനം പറയാൻ ഞാൻ എന്താ വെച്ചാൽ അതുപോലെ അനുസരിക്കാം. അപ്പോൾ ബാലൻ പറയും, എനിക്കിതിൽ തീരുമാനമൊന്നുമില്ല. അപ്പോൾ ഗോമതിയോട് ചോദിക്കും, അപ്പച്ചി പറ, എന്താ ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഗോമതി അവിടെ നിന്ന് എണീറ്റ് വന്ന് മിത്രയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയും, ഞാൻ അന്ന് ഗുരുവായൂരിന് ചെയ്ത കാര്യം ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നെന്ന് എനിക്കിപ്പോഴാണ് കൂടുതൽ വ്യക്തമാവുന്നത്. കാരണം ഇത്രയും നല്ലൊരു മോളേനല്ലേ എനിക്ക് മരുമകളായിട്ട് കിട്ടിയത്, അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് മിത്രയെ കെട്ടിപ്പിടിക്കുകയും മിത്രയ്ക്ക് ഉമ്മയൊക്കെ നൽകുകയാണ്. അപ്പം മിത്ര പോയിട്ട് മീനുവിൻ്റെ അടുത്ത് മാപ്പ് പറയുകയാണ്, ചേച്ചി, ഞാൻ കാരണം ചേച്ചിയെയും ഞാൻ ഇതിലോട്ട് വലിച്ചഴച്ചു, എന്നോട് ചേച്ചി ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുകയാണ്. അപ്പം മീനു പറയും, അയ്യോ അതിനെന്തിനാ നീ ഇങ്ങനെ മാപ്പൊക്കെ പറയണത്, അതൊക്കെ പോട്ടെ, എന്തായാലും നല്ല കാര്യമായില്ലേ. അപ്പോൾ മീനു തമാശയിൽ പറയും, അല്ല എല്ലാവരെയും ഇത്രയും മാത്രം പുകഴ്ത്തിയാൽ മതി, എന്നെ ഒന്ന് പുകഴ്ത്ത്. അപ്പോൾ ആകാശ് പറയുകയാണെ, ഓ ഇതാണ് എൻ്റെ ഭാര്യ, ഈ വീടിൻ്റെ വിളക്കാണ് എന്നൊക്കെ പറഞ്ഞ് ആകാശം അവളെ കളിയാക്കുകയാണ്. പിന്നെ കാണുന്നത് വൈകുന്നേരത്ത് പച്ചക്കറി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോമതിയാണ്, കൂടെ മീനുവും മിത്രയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ മീനുവും മിത്രയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ മീനു പറയും, മിത്രയുടെ അച്ഛൻ വളരെ നല്ല ആളാണ്, കാരണം അദ്ദേഹം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ കാരണമാണ് എല്ലാവർക്കും സത്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായതെന്ന്. അപ്പോൾ ഗോമതി പറയും, അനന്തേട്ടൻ അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും പണ്ട് മുതലേ അങ്ങനെ തന്നെ, എടുത്തുചാട്ടമൊന്നുമില്ല, പക്ഷെ അച്യുതേട്ടനാണ് എടുത്തുചാട്ടമൊക്കെ. അപ്പം മിത്ര പറയും, എനിക്കെന്താ ഒരു പേടിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ചെറിയച്ഛൻ തോറ്റതിൻ്റെ വിഷമത്തിൽ ചെറിയച്ഛൻ ഈ ദേഷ്യം മുഴുവൻ അനുക്കുട്ടിയുടെ അടുത്ത് കാണിക്കുമോ എന്നാണ് എനിക്ക് ഭയം എന്ന് പറയും. അപ്പോൾ ഗോമതി ഇങ്ങനെയാണ് മറുപടി പറയുന്നത്, അവൾ സ്വയം സുഖം തേടിപ്പോയതല്ലേ, അവളിവിടെ വിഷമിക്കുകയാണെങ്കിൽ അവൾ കിടന്ന് അനുഭവിക്കട്ടെ, അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് എന്താ ഇതിൽ പറയാൻ പറ്റുക എന്ന് പറഞ്ഞ് ഗോമതി അനുവിനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ മീനുവും ഇത്രയും പറയും, അമ്മേ, ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ, അവളെ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അലോകിനെ കല്യാണം കഴിച്ചത് നമുക്കറിയില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പം ഇത്തരം മീനുവിനോട് രഹസ്യത്തിൽ ചോദിക്കുന്നുണ്ട്, നമുക്ക് ആ രഹസ്യം മുഴുവൻ പറഞ്ഞാലോ, അനു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും നമുക്ക് ആൻറ്റിയോട് പറഞ്ഞാലോ. അപ്പോൾ മീനു പറയും, ഇപ്പോൾ പറയാറായിട്ടില്ല, കാരണം ഇപ്പോൾ പറഞ്ഞാലൊന്നും ആൻറ്റി ഇത് വിശ്വസിക്കില്ല എന്ന്. പക്ഷെ ഒരു കാര്യം അവർ ഉറപ്പിച്ച് പറയും, എന്തായാലും കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അത് കുറേ കാലത്തിന് ശേഷം നമ്മളത് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ നമുക്ക് അനുക്കുട്ടി പറഞ്ഞ ഈ വാക്കുകളൊന്നും അമ്മയ്ക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. പിന്നെ മിത്ര ആര്യൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കുകയാണ്, ഞാൻ ആര്യനെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ,
പക്ഷേ എന്താണ് അതെല്ലാം ഇങ്ങനെ ആയിപ്പോയി, എന്നോട് ക്ഷമിക്കണം ആര്യ എന്ന് പറഞ്ഞ് മിത്ര ആര്യൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ ആര്യൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ സാന്ത്വനത്തിൻ്റെ കഥയും കഥാപാത്രങ്ങളുടെ വിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.